ഒരിക്കലൊരു കാഴ്ചയില്ലാത്ത കുട്ടി വഴിയരികിൽ ഭിക്ഷയാചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവൻ്റെ സമീപം ഭിക്ഷാപാത്രമുണ്ട്. ഒരു പ്ലക്കാർഡ് അവൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതിലെഴുതിയിരിക്കുന്നത്, ഞാൻ അന്ധനാണ്, എന്നെ ദയവ് ചെയ്ത് സഹായിക്കുക എന്നാണ്. ആൾക്കാർ പലരും വരുന്നു. ചിലർ നാണയങ്ങൾ അവൻ്റെ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നു. അപ്പോൾ അതുവഴി വന്ന ഒരാൾ ഈ പ്ലക്കാർഡ് കാണുകയും ആ പ്ലക്കാർഡിൽ ചില മാറ്റങ്ങൾ വരുത്തി എഴുതുകയും ചെയ്യുന്നു. അയാൾ തൻ്റെ കൈവശമുള്ള നാണയങ്ങൾ ആ പാത്രത്തിലിടുകയും ചെയ്യുന്നു. പ്ലക്കാർഡിൽ ഈ മാറ്റം വരുത്തിയതിന് ശേഷം കുറേ ആളുകൾ ആ പാത്രത്തിലേക്ക് കൂടുതൽ നാണയങ്ങൾ ഇടാൻ തുടങ്ങി. അവൻ്റെ പാത്രം നിറഞ്ഞു കവിഞ്ഞു. വൈകിട്ടായപ്പോൾ പ്ലക്കാർഡിൽ മാറ്റി എഴുതിയാൽ അതുവഴി വീണ്ടും വരികയാണ്. ആ കുട്ടിയുടെ സമീപത്തേക്ക് വന്ന് നിൽക്കുന്നു. കുട്ടിക്ക് മനസ്സിലാകുന്നു രാവിലെ വന്നയാൾ തന്നെയാണ്. അന്ധനായതുകൊണ്ട് കാൽച്ചുവടുകളുടെ ശബ്ദം കേട്ട് തന്നെ അവന് മനസ്സിലാക്കാൻ പറ്റുന്നു. അവൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് എൻ്റെ പ്ലക്കാർഡിൽ മാറ്റി എഴുതിയത്? നിങ്ങളത് എഴുതിയതിന് ശേഷം ഇതിലെ വന്നവരെല്ലാം തന്നെ ഇതിൽ നാണയങ്ങൾ ഇട്ടിട്ട് പോവുകയാണ്. അയാൾ മറുപടി കൊടുത്തു, ഞാൻ വലിയ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. നീ എഴുതിയ കാര്യത്തിൻ്റെ ആശയം വരുന്ന രീതിയിൽ തന്നെ വേറൊരു വരിയാണ് ഞാൻ എഴുതിയത്. അതിങ്ങനെയാണ്, ഇന്ന് മനോഹരമായ ദിവസമാണ്, പക്ഷേ എനിക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ. ഇത്രയും മാത്രമേ ആ വഴിപോക്കൻ ആ പ്ലക്കാർഡിൽ മാറ്റി എഴുതിയിരുന്നുള്ളൂ. പക്ഷേ ഈ വരികൾ കാഴ്ചക്കാരുടെ മനസ്സിലാണ് വന്നുകൊണ്ടത്. തങ്ങൾ എത്ര ഭാഗ്യമുള്ളവരാണ് എന്ന് അവർ സ്വയം വിശകലനം ചെയ്യുകയാണ്. ഈ മനോഹരമായ പ്രകൃതിയെ, ഈ ഭൂമിയെ ഒക്കെ ആസ്വദിക്കുവാൻ കഴിവുള്ള തങ്ങൾ ഈ കുട്ടിയുടെ മുമ്പിൽ എത്ര ഭാഗ്യമുള്ളവരാണ് എന്ന് അവർ സ്വയം വിലയിരുത്തുന്നു. അത് അവരുടെ അനുകമ്പയായി മാറുന്നു. ആ അനുകമ്പ നാണയത്തുട്ടുകളായി ആ പാത്രത്തിലേക്ക് അവർ ചൊരിയുന്നു. ഇവിടെ വാക്കുകളുടെ ശക്തിയാണ് നമ്മൾ കാണുന്നത്. ഒരേ ആശയം തന്നെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അവയുടെ ശക്തി വളരെ വലുതാണ്. ഓരോ വ്യക്തിയുടെയും ആശയവിനിമയവും അവർ മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയും വ്യത്യാസപ്പെട്ടിരിക്കുമ്പോൾ ആ വ്യത്യാസം പല പല അനുഭവങ്ങളാണ് അവർക്ക് സമ്മാനിക്കുന്നത്. സ്നേഹത്തിൻ്റെ കാര്യത്തിലും ദ്വേഷത്തിൻ്റെ കാര്യത്തിലും എല്ലാം തന്നെ ഈ വ്യത്യാസം അനുഭവപ്പെടുന്നു. ഒരേ ഇതിവൃത്തം തന്നെ പല എഴുത്തുകാർ എഴുതുമ്പോൾ വ്യത്യസ്തതയുള്ള കഥകളായിട്ട് മാറുന്നു.